കാസർഗോഡ് ചെറുവത്തൂരിൽ കനത്ത മഴയിൽ ദേശീയപാതയിൽ വെള്ളം കയറി. റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ പ്രദേശത്തെ ഓവുചാലുകൾ കരാർ കമ്പനി മൂടിയിരുന്നു. ഇതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, ഇത്തരത്തിലുള്ള പല നിർമ്മാണ പദ്ധതികളും ചെയ്യുമ്പോൾ അതിനൊരു പ്ലാൻ ബി ഇല്ല, അല്ലെങ്കിൽ അതിന് ഉണ്ടാകാവുന്ന മറ്റ് പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെയാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് വലിയ വിമർശനങ്ങൾ പലയിടത്തും ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂക്ഷമാകാനും ഇതേ കാരണം തന്നെയല്ലേ? ക്രിസ്റ്റീന, അതുതന്നെയാണ്. ദേശീയപാത 66 മിക്കയിടത്തും ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കണ്ണൂർ കഴിഞ്ഞാൽ ചെറുവത്തൂർ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പയ്യന്നൂരൊക്കെ കടന്നു കഴിഞ്ഞാൽ ഈ ദേശീയപാത നവീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് ശക്തമായ മഴ ഇന്ന് വൈകുന്നേരം മുതൽ കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ചെറുവത്തൂർ ഭാഗത്താണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഈ കൊവ്വൽ സ്റ്റോപ്പ്, ചെറുവത്തൂർ കൊവ്വൽ സ്റ്റോപ്പ് ഭാഗത്ത് വാഹനങ്ങൾക്ക് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. റോഡിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. ഇന്നലെയും സമാനമായ രീതിയിൽ വെള്ളം കയറിയിരുന്നു. പക്ഷേ കരാർ കമ്പനി അത് പരിഹരിക്കാൻ ഇന്നലെ നടപടിയെടുത്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും വെള്ളം കയറിയിരിക്കുന്നു. ഈ കരാർ കമ്പനി ഈ പ്രദേശത്തുണ്ടായിരുന്ന ഓവുചാലയ്ക്ക് മണ്ണിട്ട് മൂടിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിനുള്ള കാരണമെന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമ്പോൾ ഗതാഗതം തടസ്സപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല, ക്രിസ്റ്റീന. ശരി, കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അരുൺ പാറക്കൽ.